ഞാനിപ്പോഴും ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു സ്ത്രീയാണ്, കുട്ടിയൊന്നുമല്ല. ആരാ ഇതൊക്കെ പറഞ്ഞു തരുന്നേ? എവിടെയാണ് നിങ്ങളുടെ ഈ റിസർച്ച് ടീം? എനിക്കൊന്ന് കാണണമല്ലോ. കണ്ടോളൂ. ഞാൻ തന്നെയാടാ. ചളി മാത്രം പറയുന്ന അഭിരാമി ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എരയെ കിട്ടിയാൽ ഞാൻ ചളി പറയും. രജനീകാന്തിനോട് പോലും ചളി പറഞ്ഞല്ലേ? പറഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? പറ, രജനീകാന്തിനോട് പറഞ്ഞു ചളി എന്താ? മമ്മൂക്കയുടെ കൂടെ സീൻ ഉണ്ടായിരുന്നു. ആരുടെ കൂടെ? മമ്മൂക്കയുടെ കൂടെ. എനിക്കറിയില്ല. പുറകിലുള്ള പോസ്റ്ററിൽ മമ്മൂക്കയുടെ ബാക്ക് സൈഡ് ഉണ്ട്. ആണോ? അത് നമുക്കാ? പൊന്നോ കൊടുക്കത്ത അഭിനയം. എത്ര ദിവസം ബ്ലാസ്റ്റിൽ ആക്ഷൻ ചെയ്തു? മൊത്തം ഒരു 20-22 ദിവസം ഷൂട്ട് ചെയ്തു. അതിലൊരു 15-16 ദിവസം ആക്ഷൻ ആയിരുന്നു. ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കും ഞാൻ കേട്ടു. ആ, നല്ല വേദനയായിരുന്നു. ഡെയിലി റൂമിൽ പോയിട്ട് തിരുമലും ഓയിൻമെന്റ് തേക്കലും മരുന്ന് കഴിക്കലും ആയിരുന്നു. ഒരു ഇമോഷണൽ സീൻ ചെയ്ത സമയത്ത് ഭയങ്കര കയ്യടിയായിരുന്നില്ല ലൊക്കേഷനിൽ? സിംഗിൾ ടേക്കിൽ ചെയ്തൊരു സംഭവമാണ് അത്. പിന്നെയും ആ ഒരു ഇമോഷനിൽ കൂടെ കടന്നു പോകുന്നതും ബുദ്ധിമുട്ടാണ്. ശരിക്കും പ്രൈം ചെയ്ത് രഞ്ജിത്തേട്ടൻ കുറേ ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ ആ ഒരു പ്രോസസ്സും എല്ലാം മനസ്സിലാക്കി ചെയ്ത ഒരു ടേക്കായിരുന്നു. നായികയായ ആദ്യത്തെ പടം ഞങ്ങൾ സന്തുഷ്ടരാല് കരാട്ടക്കാരിയാണ്. അതെ. ലാസ്റ്റ് ഞങ്ങൾ തിയേറ്ററിൽ കണ്ട ബ്ലാസ്റ്റിലും കരാട്ടക്കാരിയാണ്. 2 പടത്തിലും ഭർത്താക്കന്മാരെ ഇടിച്ച് തോപ്പിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരെ ഞാൻ ബ്ലാസ്റ്റിൽ ഇടിച്ചില്ലല്ലോ. തുടങ്ങുമ്പോ പറയുന്നുണ്ടല്ലോ അവർ ഒരു സ്ഥലത്ത് മാത്രമാണ് തോറ്റത്, അത് ഭർത്താവിനോട്. മറ്റേടത്ത് ഇത് തന്നെയാണ്, ഭർത്താവിനെ പഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനഃപൂർവ്വമാണോ? ഞാൻ എന്തൊരു പുരുഷ വിദ്വേഷിയൊന്നും അല്ല. അതിന്റെ ആക്ച്വലി കണക്ട് ചെയ്തിട്ടുള്ള മീംസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു. നല്ല റെസിപ്റ്റ്സ് തന്നെ കണ്ടായിരുന്നു. ഞാൻ മറന്നുപോയിരുന്നു. ഞങ്ങൾ സന്തോഷാണ് ഇങ്ങനെ ഒരു കരാട്ടെ സീൻ ഉണ്ടായിരുന്നു തന്നെ മറന്നിരിക്കുമായിരുന്നു. അതൊക്കെ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ആ മീമൊക്കെ. കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? എവിടെ? ഇതിനു വേണ്ടിട്ട് കുറച്ച് ട്രെയിനിങ് ചെയ്തു, അത്രേ ഉള്ളൂ. അർജുൻ ഹെൽപ്പ് ചെയ്തോ? സെറ്റിൽ വെച്ച് പുള്ളിക്കാരൻ കുറേ ഗൈഡിങ് ചെയ്യുമായിരുന്നു. പൊസിഷൻ കറക്ഷൻ, ബ്രെത്ത് മൂവ്മെന്റ്സ് അതൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കേരളത്തിൽ മൊത്തം ബ്ലാസ്റ്റ് ഫാൻസ് ആണ്. കാണാറുണ്ടോ? ഇതൊക്കെ അറിയാറുണ്ടോ? ആക്ച്വലി ആ പടത്തിന് മാക്സിമം കിട്ടിയ സ്നേഹവും വരവേൽപ്പും എല്ലാം കേരളം എന്നായിരുന്നു മാക്സിമം കിട്ടിയത്. പിന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ കേരളം അതിനെ ഏറ്റെടുത്ത പോലെ വേറെ എവിടെയും അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് പറയാം. എന്താണ് ശരിക്കും ലോ ആൻഡ് ഓർഡർ? ആക്ച്വലി ബ്ലാസ്റ്റുമായിട്ട് കുറെ പാരലൽസ് ഉണ്ട്. അതും ഒരു ഫാമിലി, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ വരുന്ന ഒരു പ്രശ്നം, അതിനെ അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളത്. ലോ ആൻഡ് ഓർഡറിനും അത് തന്നെയാണ്. പ്രകാശ് ഏട്ടനും ഞാനും, ഞങ്ങളുടെ ഒരു മകൻ, ഒറ്റ മകനാണ്, വളരെ സ്നേഹിച്ച് വളർത്തുന്ന ഒരു മകൻ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ആ ഒരു സമാധാനമായിട്ടുള്ള ഒരു ഫാമിലിയിൽ വരുന്ന ഒരു സർട്ടൺ ഡിസ്റ്റർബൻസ്, ആ ഡിസ്റ്റർബൻസിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു. ഞാൻ ഫ്രം എ ലീഗൽ പെർസ്പെക്റ്റീവ്, ഞാനൊരു ലോയറാണ്, പ്രകാശ് ഏട്ടൻ ഒരു പോലീസ് ഓഫീസറാണ്. പിന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പുതുമുഖങ്ങളും മേ ബി 1-2 പടങ്ങളിൽ അഭിനയിച്ച 4 പുതിയ പയ്യന്മാരുണ്ട്. അവരും എല്ലാവരും എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു മൂവിയാണ് ലോ ആൻഡ് ഓർഡർ. ഒരു ഇമോഷണൽ സീൻ ചെയ്ത സമയത്ത് ഭയങ്കര കയ്യടിയായിരുന്നില്ല ലൊക്കേഷനിൽ? അതെങ്ങനെ അറിഞ്ഞു? അത് വളരെ സിംഗിൾ ടേക്കിൽ ചെയ്തൊരു സംഭവമാണ് അത്. പിന്നെയും ആ ഒരു ഇമോഷനിൽ കൂടെ കടന്നു പോകുന്നതും ബുദ്ധിമുട്ടാണ്. ശരിക്കും പ്രൈം ചെയ്ത് രഞ്ജിത്തേട്ടൻ കുറേ ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ ആ ഒരു പ്രോസസ്സും എല്ലാം മനസ്സിലാക്കി ചെയ്ത ഒരു ടേക്കായിരുന്നു. ആദ്യമേ പറഞ്ഞായിരുന്നു ഇത് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കണം, ഇമോഷണൽ ഇങ്ങനെ ചെയ്യണം? ഇല്ല, അങ്ങനത്തെ പ്രഷർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇമോഷണൽ പ്രോസസ്, ഇമോഷണൽ ആർക്ക് എങ്ങനെ വേണം, സാധാരണ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രീഫ് എന്നെക്കാളും വ്യത്യാസമായിട്ട് ഇങ്ങനെ വേണം, അതിനുപയോഗിക്കേണ്ട ലാംഗ്വേജ് എങ്ങനെയാണ്. സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്, പക്ഷെ അതിൻ്റെ ലാംഗ്വേജ് എങ്ങനെ വേണം എന്ന് പറഞ്ഞൊരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്പേസിനുള്ളിൽ നിന്നും എങ്ങനെ വേണമെങ്കിൽ അതിനെ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരു ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് എൻഡഡ് അപ്പ് ബീയിങ് എ വെരി റോ, വെരി റിയൽ ഒരു ഇമോഷൻ. ഇതിലും അമ്മയാണ്, പക്ഷെ ഇത്രയും നരയിട്ടൊരു അമ്മയെ ഞങ്ങൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ എന്താ കാരണം? അല്ല, നരയുണ്ടാവും അറിഞ്ഞിട്ടൊന്നും ചെയ്തതല്ല. ഞങ്ങൾ ആക്ച്വലി ലുക്ക് ടെസ്റ്റിന് വേണ്ടി
രഞ്ജിത്തേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലിരുന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ലൈക്ക് പ്രകാശ് ഏട്ടൻ ഉണ്ടായിരുന്നു, DOP ഉണ്ടായിരുന്നു, എവറിബഡി ഓൾ ദി ADs എല്ലാവരും വെച്ചിട്ട് ഇങ്ങനെ കഥയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രഞ്ജിത്തേട്ടൻ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു മേക്കപ്പ് ടീമിനോട്, മുടി ഇങ്ങനെ ചെയ്യുക, ഈ കണ്ണാടി വെക്കുക. അതിനിടയ്ക്ക് ഞാൻ അറിയാതെ അങ്ങനെ നരയൊക്കെ ഇട്ടു. ഞാൻ അറിഞ്ഞില്ല നര ഇടുന്നുണ്ട് എന്നുള്ളത്. ഐ ഡോണ്ട് ഈവൻ നോ ദാറ്റ് അത് പാർട്ട് ഓഫ് ദ ക്യാരക്ടർ ആവും എന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഹാങ്ങപ്സ് ഒന്നുമില്ല, നരയിട്ട് അഭിനയിക്കില്ല എന്നുള്ള ഹാങ്ങപ്സ് ഒന്നുമില്ല. പിന്നെ ആ ക്യാരക്ടറിന് ഐ ഫെൽറ്റ് ലൈക്ക് കുറച്ചൊരു മെച്യൂരിറ്റി വേണം എന്ന് തോന്നിയാലേ ഒരു എന്താ പറയണേ, അതിൻ്റെ ഒരു കൺവിക്ഷൻ വരുള്ളൂ എന്ന് തോന്നി. സോ ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഞാൻ കേട്ടായിരുന്നു രഞ്ജിത്ത് ആദ്യം നിങ്ങളുടെ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ച സമയത്ത് മെലിഞ്ഞ് നിങ്ങളെ കണ്ട് ഞെട്ടി, പുള്ളിക്കാരനൊരു കുറച്ച് പഴയ ലുക്കുള്ള നിങ്ങളെയാണ് പ്രതീക്ഷിച്ചത്. ആണോ, അങ്ങനെയാണോ? അത് പക്ഷെ എൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ അറ്റയർ ചോയ്സസും എല്ലാം ഈ ക്യാരക്ടറുമായിട്ട് ഒട്ടുമേ കണക്ഷനുള്ള ഇതല്ല, ചോയ്സസ് അല്ല. എൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു, ഞാനിപ്പോഴും ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു സ്ത്രീയാണ്, കുട്ടിയൊന്നുമില്ല. പക്ഷെ ഇവര് ഷീസ് എ ലോട്ട് മോർ മേ ബി ഒരു സെറ്റ് സാരിയോ സെറ്റ് മുണ്ടും അല്ലെങ്കിൽ ഒരു സാരി സിമ്പിളായിട്ടുള്ള സൽവാർസ് അങ്ങനെ ഇടുന്ന ഒരു ആളാണ്. ആൻഡ് ഹെർ ഏജ് ഇസ് ഓൾസോ സ്ലൈറ്റ്ലി ഓൾഡർ ദൻ മൈൻ. ഒരു ഓൾമോസ്റ്റ് 50 റേഞ്ചിലുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് അവർക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ കാരണം അവൾ വളരെ വീക്കായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ മെലിഞ്ഞത് ഞെട്ടി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് വി ഹാഡ് ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. ഇതിനു വേണ്ടി ഇൻഫാക്ട് ഐ ഹാഡ് റിഡ്യൂസ്ഡ് എ ഫ്യൂ മോർ കിലോസ്. ആ ഒരു ടയേർഡ് ലുക്ക് വരാനും കണ്ണിൽ കുറച്ചൊരു ഹോളോനെസ് വരാനും ഒക്കെ ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് കുറച്ചായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പം ഞെട്ടി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഐ തിങ്ക് എൻ്റെ കോൺട്രാസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റീസ് കണ്ടൊന്നും ഞെട്ടിയായിരുന്നു. ഇൻഫാക്ട് എവറി ഡേ ആഫ്റ്റർ പാക്കപ്പ് ഞാൻ എൻ്റെ സ്വന്തം ഉടുപ്പിട്ടിട്ട് പോകുമ്പോഴത്തേക്കും ഇതാരാ എന്ന് പറഞ്ഞ ഒരു നൈറ്റ് ആൻഡ് ഡേ ഡിഫറൻസ് ഉണ്ട്. ടീസറിൽ കണ്ടതൊന്നും അല്ല പടം എന്നാണ് കേൾക്കുന്നത്, ആണോ? ടീസറിൽ കണ്ടതും ഉണ്ട്, കാണാത്തതും ഉണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട്. മമ്മൂക്കയുടെ കൂടെ സീൻ ഉണ്ടായിരുന്നു? ആരുടെ കൂടെ? മമ്മൂക്കയുടെ കൂടെ. ആണോ? എനിക്കറിയില്ല. പുറകിലുള്ള പോസ്റ്ററിൽ മമ്മൂക്കയുടെ ബാക്ക് സൈഡ് ഉണ്ട്. ആണോ? അത് മമ്മൂക്കയാ? ഞങ്ങള് 10 ജനിച്ച കാലം മുതലേ മമ്മൂക്കയെ കാണുന്നുണ്ടല്ലോ. എനിക്കറിയില്ല, എനിക്ക് സീനൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയെ ഫസ്റ്റ് എപ്പോഴാണ് കണ്ടത്? ഈ പടത്തിനല്ല, ശരിക്കും റിയൽ ലൈഫിൽ? ആക്ച്വലി ഞാൻ ഫസ്റ്റ് കണ്ടത് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു മെമ്മറിയാണ്. ഗിരിനഗറിൽ ഞാൻ ഇത്ര പൊടി കുട്ടിയായിരിക്കുമ്പോൾ, ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോഴത്തേക്കും ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടെ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മമ്മൂക്ക ഒരു ഫിയറ്റ് വണ്ടി ഓടിച്ച് പോകുന്നുണ്ടായിരുന്നു. ആ മമ്മൂക്കയെ കണ്ടിട്ട് ഞാൻ പുള്ളിനെ ചൂണ്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞു എന്ന് എൻ്റെ അപ്പൂപ്പൻ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കഥ എനിക്ക് ഓർമ്മയുണ്ട്. ടെക്നിക്കലി അപ്പോഴാണ് ആദ്യം ഞാൻ പുള്ളിനെ കാണുന്നത്. ഓർമ്മയുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്റ്റേജ് ഷോ ചെയ്തായിരുന്നു ഒരു 2000 മിലനിയം ഇയറിൽ. വെൽക്കം 2000 എന്ന് പറഞ്ഞ് ഗൾഫ് കൺട്രീസിലെല്ലാം ചെയ്തൊരു അതിൻ്റെ റിഹേഴ്സൽസിന് പോയിട്ട് ഇവിടെ കൊച്ചി തന്നെ ഒരു ഹോട്ടലിൽ ഞങ്ങളെല്ലാവരും കൂടെ റിഹേഴ്സൽസ് ഒക്കെ ചെയ്ത് അപ്പോഴാണ് ആദ്യം നമുക്ക് കാണുന്നത്. ഡയലോഗ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്, പെട്ടെന്ന് പഠിക്കുന്നത്. ആരാ ഇതൊക്കെ പറഞ്ഞു തരുന്നേ? എവിടെയാണ് നിങ്ങളുടെ ഈ റീസെർച്ച് ടീം? എനിക്കൊന്ന് കാണണമല്ലോ. കണ്ടോളൂ. എനിക്കറിയാവുന്ന ഭാഷയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. തമിഴും മലയാളം ആണെങ്കിൽ പെട്ടെന്ന് പിടിക്കും. തെലുഗു കന്നഡയാണെങ്കിൽ ഞാൻ അതിനു വേണ്ടി മെനക്കെടുകയും ചെയ്യും. ആണോ? പക്ഷെ ലൊക്കേഷൻ മൊത്തം തെലുങ്കാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ചേടാ, ഇവിടെ ഒരു സ്പൈ ഉണ്ട് കേട്ടോ. ലൊക്കേഷനിൽ തെലുങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫ് എല്ലാവരും തെലുങ്കാണ്. സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ 1-2 തെലുങ്ക് പടം ചെയ്യുന്നുണ്ട്. ആ ഭാഷയോടുള്ള ഒരു ഇത് ടച്ച് വിടാതിരിക്കാനായിട്ട് ഐ ടെൻ ടു പ്രാക്ടീസ്. സുരേഷ് ഗോപി നിങ്ങളെ ആമീന്നാണ് വിളിക്കുക. അതെ. രഞ്ജിത്ത് എഴുതിയ ഒരു വലിയ സിനിമയിൽ സമ്മറിൻ ബദലഹത്തിൽ നായികയുടെ പേര് ആമീന്നാണ്. ആമീന്നാണോ വിളിക്കുക? രഞ്ജിത്തേട്ടൻ ആമീന്നാ വിളിക്കുന്നത്. ആണോ? ആക്ച്വലി ഇൻഡസ്ട്രിയിൽ 2 പേരെ എന്നെ ആമീന്ന് വിളിക്കാറുള്ളൂ, സുരേഷനും രഞ്ജിത്തേട്ടനും. ഞങ്ങൾ എപ്പോഴും കാണുന്നത് സീരിയസ് ആയിട്ട് വർത്താനം പറയുന്ന അല്ലെങ്കിൽ ചിരിച്ച് വർത്താനം പറയുന്ന അഭിരാമിയാണ്. പക്ഷെ വാ തുറന്ന ചളി മാത്രം പറയുന്ന അഭിരാമിയെ ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എരയെ കിട്ടിയാൽ ഞാൻ ചളി പറയും. രജനീകാന്തിനോട് പോലും ചളി പറഞ്ഞല്ലേ? പറഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? പറ, രജനീകാന്തിനോട് പറഞ്ഞ ചളി എന്താ? അത് സ്പെസിഫിക് ആയിട്ട് ഏതാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഇഷ്ടംപോലെ പറയാറുണ്ട്. ആണോ? മാംഗോ രജനീകാന്തിനോടാണ് പറഞ്ഞത്. ഒരാൾ കടയിൽ മാങ്ങ വാങ്ങിക്കാൻ പോയി. അയ്യോ, അത് ഞാൻ മറന്നു പോയിട്ടോ. കമലഹാസനോട് ചളി പറയോ? ഇല്ല.
പറഞ്ഞിട്ടില്ല. കമലഹാസൻ എന്ന് ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കമലഹാസൻ്റെ സിനിമ കണ്ടിട്ടാണ് ഈ അഭിരാമി എന്ന് പേരിട്ടതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഫസ്റ്റ് കമൽ സാറിനോട് എപ്പോഴാണ് പറഞ്ഞത്? പുള്ളിയെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഐ തിങ്ക് ഹേറാമിൻ്റെയോ തെന്നാലിയുടെയോ ഏതിൻ്റെയോ ഒരു സ്ക്രീനിങ്ങിന് വേണ്ടി അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പുള്ളിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് ജയറാമേട്ടൻ ആ സ്ക്രീനിങ്ങിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ ഇൻ്റർവെൽ ടൈമിൽ കമൽ സാറിനെ പോയി പരിചയപ്പെടാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അപ്പം നമുക്ക് എന്തായി വായിന്ന് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ മുന്നിൽ നിൽക്കുന്ന ആ കൂട്ടത്തിൽ ഫസ്റ്റ് പറഞ്ഞ ഒരു മെമ്മറി ഇതായിരുന്നു. ഐ എം സച്ച് എ ഹ്യൂജ് ഫാൻ ഓഫ് യുവേഴ്സ്. എൻ്റെ പേര് തന്നെ സാറിൻ്റെ പടം കണ്ടിട്ട് വെച്ചതാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർ ചോദിച്ചോ ഇങ്ങനെയും ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചോ? പുള്ളിക്ക് ഒന്നും അല്ല, പുള്ളിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അടിപൊളി. അപ്പൊ പേര് മാറ്റുന്നതൊന്നും വലിയ കാര്യമല്ല. ഡബ്ബിങ്ങിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് കമൽ സാറാണ്. അതെ. പിന്നെ ഒരുപാട് പടത്തിൽ എന്താ ഡബ് ചെയ്യാത്തത്? വിളിച്ചായിരുന്നോ, പോവാത്തതാണോ? അങ്ങനെയില്ല, വിളിച്ച അവസരങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ടാഗ് എനിക്കില്ലല്ലോ. അപ്പം ആ ഒരു ക്യാരക്ടറിന് അനുയോജ്യമായിട്ട് തോന്നുവാണെങ്കിൽ എന്നെ വിളിക്കും. അല്ലാതെ ഞാൻ വോയിസ് ഓവേഴ്സ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സൈഡ് ഹസലായിട്ട് ഞാൻ വോയിസ് ഓവർ സിസ്റ്റം പോലെ ചെയ്യാറുണ്ട്. പക്ഷെ ഡബിങ് ചെയ്യാനും താല്പര്യമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയിൽ ഡബ് ചെയ്യാതെ നായകൻ്റെ അനിയത്തിയായ സീന ആൻ്റണിക്ക് ഡബ് ചെയ്തു? ബിക്കോസ് നിങ്ങൾ ആ സിനിമയിലെ സീനയുടെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പക്വത വരാത്ത ഒരു ചെറിയ കുട്ടിയുടെ വോയിസ് ആണ്. അപ്പോൾ എനിക്ക് 15 വയസ്സുകാരിക്ക് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗീതുവിന് പറ്റിയ ഒരു വോയിസ് അല്ല എന്ന് തോന്നി. ഞാൻ ഒരു ഹാഫ് ഡേ പറ്റി നോക്കി രാസൻ സാറിന്റെ കൂടെ. ഐ തിങ്ക് ട്രിവാൻഡ്രത്ത് ഏതോ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. മാക്സിമം ട്രൈ ചെയ്തു, കരഞ്ഞു പിടിച്ച് പറഞ്ഞു ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് വാസൻറ്റ് ഹിറ്റിംഗ് ദ മാർക്ക്. സോ സാറ് പറഞ്ഞു ഇല്ല അത് ശരിയാവില്ല, വോയിസ് കാരണം ഈ ക്യാരക്ടർ വീണ് പോരുത്. അതുകൊണ്ട് പിന്നെ തോന്നിയിട്ടാണ് എന്നെ സീനയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത് പിന്നെയും വിളിപ്പിച്ച് സീനയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത്. പിന്നീട് സീനയുടെ ഡബ്ബിങ് കാണുമ്പോൾ എന്താ തോന്നിയത്? Actually, that is the only film that I can watch without being distracted by my voice. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളാവട്ടെ അല്ലെങ്കിൽ ഞാൻ ഡബ്ബിങ് ചെയ്തിട്ടുള്ള സിനിമകളാവട്ടെ എനിക്ക് എപ്പോഴും എൻ്റെ വോയിസേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഫേസേ കാണുള്ളൂ. അതിനെ എന്താ പറയുക, അതിന് ഡിസ്ട്രാക്റ്റ് ആവാതെ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റുന്ന വളരെ അപൂർവമാണ്. ദിസ് ഈസ് ദി ഓൺലി വൺ തിങ് ഐ കൻ സീ. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഡബ് ചെയ്തേ? അതെ. ഷെടാ, ഇത് ഭയങ്കര റീസെർച്ച് ആട്ടോ. ശ്യാം പ്രസാദ് സാറിന്റെ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ പോയതാണ്. പക്ഷെ അഭിനയിക്കാൻ പറ്റിയില്ല, പനി പിടിച്ച് കിടപ്പായി പോയി. പക്ഷെ ആ കുട്ടിക്ക് എനിക്ക് പകരം വന്ന് ചെയ്ത ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഡബിങ്ങിന് വേണ്ടി വിളിച്ചു, ഡബിങ് ചെയ്തു. സമീപകാലത്ത് ആരെങ്കിലും ഡബിങ്ങിന് വിളിച്ചായിരുന്നു ഇതുവരെ? ചെയ്യുമോന്ന് വെച്ചിട്ട് ഏതെങ്കിലും മലയാളപ്പെടുത്തുന്നോ? ഓർക്കുന്നില്ല അങ്ങനെ ഡബിങ്ങിന് വേണ്ടി വിളിച്ചായിട്ട്. ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇപ്പൊ എന്റെ കാര്യങ്ങൾ എനിക്കെക്കാളും കൂടുതൽ താങ്കൾക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ഇതിപ്പോ വല്ലാതെ ചൊറയായി പോയി. ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആ കോള് ഞാൻ എടുക്കാതെ പോയായിരുന്നോ? ഇനി ബ്ലാസ്റ്റിലേക്ക് തിരിച്ചു വരാം. എത്ര ദിവസം ബ്ലാസ്റ്റിൽ ആക്ഷൻ ചെയ്തു? മൊത്തം ഒരു 20-22 ദിവസം ഷൂട്ട് ചെയ്തു. അതിലൊരു 15-16 ദിവസം ആക്ഷൻ ആയിരുന്നു. ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ആയിരുന്നു നല്ല വേദനയായിരുന്നു. ഡെയിലി റൂമിൽ പോയിട്ട് തിരുമലും ഓയിൻമെന്റ് തേക്കലും മരുന്ന് കഴിക്കലുമായിരുന്നു. ആ മൊമെന്റിൽ നമ്മൾ അറിയില്ല, ബിക്കോസ് അതിൻ്റെ ആ ഒരു റഷിലും അഡ്രിനലിനും എല്ലാം കൊണ്ട് നമ്മൾ അറിയില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി പറയും ഇത് വല്ല ആവശ്യമുണ്ടോ, ഇത് പറ്റിയ പണിയാണോ എന്ന് ചോദിക്കും. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയൊരു സീനായിരുന്നു മുന്താണിയുടെ ചുറ്റിക സീൻ. അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്ത്? അത് ചെയ്യുമ്പോൾ അറിയായിരുന്നു ഇത് ഇത്രയും ഹൈ ആയിരിക്കും തിയേറ്ററിൽ? ഇല്ല, ഒന്നും ഇത്രയും ഹൈ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് സീൻ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് നറേഷൻ ചെയ്യുമ്പോൾ തന്നെ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞ് അതേപടി ഡിസ്ക്രൈബ് ചെയ്തൊരു സീനാണ്. സാരിയുടെ പല്ലു എടുത്തിട്ടാണ് ചുറ്റിക വാങ്ങിച്ച് തിരിച്ചടി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്തതായിരുന്നു. അപ്പം എനിക്ക് അറിയത്തില്ലായിരുന്നു ഹൗ ആർ വി ഗോണ പുൾ ഇറ്റ് ഓഫ് എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷേ പ്രസാദ് മാസ്റ്റർ because of the Prabhu Master, because of his genius, അതിനെ കറക്റ്റായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ആ ഇതിൽ തന്നെ ഹാമറിൽ തന്നെ ഒരു ചെറിയൊരു ക്യാമറ ഫിറ്റ് ചെയ്ത് അതിനെ മുകളിലോട്ട് എറിഞ്ഞ് അതിനെ പിടിച്ച് ഗ്രാബ് ചെയ്ത് കറക്റ്റായിട്ട് പിടിച്ച് അടി കൊടുക്കുന്ന ആ ഒരു സീക്വൻസ് കൊറിയോഗ്രാഫ് ചെയ്ത് വന്നു. സാരി കറക്കാൻ പറ്റിയായിരുന്നു കൃത്യമായിട്ട്?
ആണോ? അതൊക്കെ അപ്പൊ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നതാണ്. ആണോ? അടിക്കുന്നതിന് മുമ്പ് സാരി എടുത്ത് ചുരുങ്ങുന്ന എല്ലാ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നതാണ്. ഓക്കെ. എനിക്കതിൽ തോന്നിയ ഒരു കറക്ഷൻ എന്ന് വെച്ചാൽ ആ പടം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് അച്ഛൻ ഒരിക്കൽ മാത്രമാണ് തോറ്റത്, അത് അമ്മയുടെ മുന്നിൽ. അത് ശരിക്കും ആക്ഷൻ സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ആക്ഷൻ സമയത്ത് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു അത് ശരിക്കും. അത് ആലോചിച്ചതാണ്, അങ്ങനെ ഒരു എഡിറ്റ് ചെയ്ത് നോക്കിയതുമാണ്. സുഭാഷ് എൻ്റെ അടുത്ത് പറഞ്ഞ 2 റീസൺസ് ആണ് അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുള്ളത്. ഒന്ന്, ആ ഒരു 2 പേര് അച്ഛനും മകളും അടിച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു എൻട്രി ഉണ്ട്. എൻട്രി കഴിഞ്ഞ് ഫസ്റ്റ് പഞ്ച് കഴിഞ്ഞിട്ടേ നമുക്ക് ആ സീൻ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഷോട്ട് റെഫറൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ആ ലാഗ് വരും. ആ അടിയുടെ ഇടയ്ക്കൊരു സീൻ വരുമ്പോൾ അതിൻ്റെ ഒരു ലാഗ് വരും. പിന്നെയും തിരിച്ച് റീകട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ചത് വർക്കൗട്ട് ആകില്ല. ദാറ്റ് ഈസ് വൺ പോസിബിലിറ്റി. സെക്കൻഡ് പോസിബിലിറ്റി, ഒട്ടുമേ പ്രതീക്ഷിക്കാതെ ഇയാളും അടിക്കുവോ എന്ന് പറഞ്ഞ ഒരാളുടെ ക്യാരക്ടർ ഓൾറെഡി ചെറിയച്ഛൻ്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇമ്പാക്റ്റ് ചെറിയച്ഛന് കൊടുക്കുക, ഇവരെ അടിക്കുമെന്ന് അറിയാം, എപ്പോൾ അടിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഈ ക്യാരക്ടറിന് വേണ്ടി ഉണ്ടാക്കുക എന്നുള്ളത് 2 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആയിട്ട് പുള്ളി സെറ്റ് ചെയ്തായിരുന്നു. ബോഡിയോ വലിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നോ? അതൊക്കെ സിനിമയല്ലേ, നമുക്ക് ഹെൽപ്പ് ഉണ്ടാവും. ഓക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആ പടത്തിൽ കാസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങളും പ്രീതി മുകുന്ദനും അമ്മയാണ്. അതായത് നിങ്ങളുടെ ചിഹ്നൊക്കെ ഒരേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ചോദിച്ചായിരുന്നു ഡയറക്ടറോട് ഇതെങ്ങനെ കാസ്റ്റിംഗ് ഇങ്ങനെ പെർഫെക്റ്റ് ആക്കി വന്നു എന്ന്? പ്രീതി ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കാസ്റ്റ് ആയി കഴിഞ്ഞ ലാസ്റ്റ് ഇൻ ടു ദ മൂവി ആയതാണ് പ്രീതി. സോ ഐ തിങ്ക് അത് ഒരു ഹാപ്പൻ ടു ബി സിമിലർ ലുക്കിംഗ് എന്നേ ഉള്ളൂ. അത് മാത്രമല്ല ഞങ്ങളുടെ 2പേരുടെയും മാനറിസംസും ഒരു കുറേ സിമിലാരിറ്റി ഉണ്ട്. ഞങ്ങളുടെ 2പേരുടെയും പേഴ്സണാലിറ്റിയിലും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. അപ്പം ഐ തിങ്ക് അതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഞങ്ങൾ നല്ല സിങ്ക് ആയിരുന്നു. സെറ്റിലും അതെ, അല്ലാതെ പ്രൊമോഷൻ ടൈമിലും എല്ലാം അതെ, നല്ല സിങ്ക് ആയിരുന്നു. സോ വി ഹാവ് എ വെരി ഫ്രണ്ട്ലി ബോണ്ട് വിത്ത് ഈച്ച് അതർ. പണ്ട് തമിഴിലേക്ക് കൊണ്ടുപോയത് അർജുനാണ്, വീണ്ടും അർജുൻ്റെ കൂടെ. എങ്ങനെയുണ്ടായിരുന്നു 2 അർജുൻ, പഴയ അർജുനും പുതിയ അർജുനും? പുള്ളിക്ക് ഒരു മാറ്റമില്ല, അതേപോലെ തന്നെ അതേ എനർജി, അതേ ഫിറ്റ്നസ്, അതേ ഫോക്കസ്, എല്ലാം ഒരു മാറ്റമില്ല പുള്ളിക്ക്. എനിക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ വീരുമാണ്ടിയാണ്. അന്ന് ഞാൻ വീരുമാണ്ടിയെ കുറിച്ച് ഒരുപാട്, അതായത് ഈ പടം ഇറങ്ങുമെന്നൊക്കെ പോലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന്. എനിക്ക് തോന്നുന്നു പേരാദ്യം മാറ്റി, പിന്നീട് കുറെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അന്ന് ഒറിജിനൽ കാളേനെ കൊണ്ടുവന്നായിരുന്നില്ലേ? അന്ന് ആ ഫൈറ്റ് ലൈവായിട്ട് കണ്ടായിരുന്നു? ഫൈറ്റ് ലൈവായിട്ട് കണ്ടെന്ന് വെച്ചാൽ ഞാൻ സെറ്റിൽ കൂടുതൽ സമയം ഉണ്ടായിരുന്നു. എൻ്റെ സീൻസ് അല്ലാതെപ്പോഴും ഞാൻ പോയി സെറ്റിൽ ഇരിക്കുമായിരുന്നു. കാളകളുമായിട്ട് ഞാൻ നല്ല ഒരുപാട് ട്രെയിനിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പേരാണ്, രാജ ആൻഡ് സൂര്യ, 2 കാളകളാണ് വന്നത്. അവർ കുറേ കൂടെ യങ് ആയിരിക്കുമ്പോൾ തൊട്ട് ഞാൻ അവരുടെ കൂടെ ട്രെയിനിങ് ചെയ്യുമായിരുന്നു. ആൻഡ് ജല്ലിക്കെട്ടല്ലേ ഉദ്ദേശിച്ച ഫൈറ്റ് എന്ന്. ജല്ലിക്കെട്ട് സീക്വൻസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ വേറെയും മധുരയിൽ നിന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള കാളകളൊക്കെ കൊണ്ടുവന്ന് അവർക്കൊക്കെ ജല്ലിക്കെട്ടിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ജല്ലിക്കെട്ട് ചെയ്യുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ല, ആക്ച്വലി അവർ നോർമൽ പീപ്പിളാണ്, അവരെ എല്ലാം കൊണ്ടുവന്നാണ് അഭിനയിപ്പിച്ചത്. സോ ഇതൊന്നും നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു വേറെ അവസരം കിട്ടില്ല. സോ ദി റിയലി റീക്രിയേറ്റഡ് ആൻ ആക്ച്വൽ ജല്ലിക്കട്ട് ഇൻ ദ സെറ്റ്. ഇനി മലയാളികൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഭയങ്കര ഒരു പടമാണ് മഹാരാജ. കുറച്ചേ ഉള്ളൂ, പക്ഷെ അതൊരു 1.5 സീനായിരുന്നു. സംടൈംസ് വെരി റെയർലി യു ഗെറ്റ് സീക്വൻസസ്. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ അധികം ഡയലോഗ് ഇല്ലെങ്കിലും അധികം സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിലും വളരെ ലാസ്റ്റിംഗ് ആയിട്ട് ഇമ്പാക്റ്റ് കിട്ടുന്ന സീക്വൻസസ് കിട്ടാറുണ്ട്. നിഥിലനും ഇതേപോലെ ഒരു ദ കൈൻഡ് ഓഫ് ഡയറക്ടർ ഹി വിൽ ടെൽ യു എവറിത്തിങ് എൽസ് അറൗണ്ട് ഇറ്റ് ബട്ട് നോട്ട് വാട്ട് ടു ഡു. എന്താ ചെയ്യേണ്ടത് മാത്രം പറയില്ല, പക്ഷെ അതിന് ചുറ്റിലുള്ള കാര്യങ്ങളും അതിൻ്റെ വേൾഡും മുഴുവൻ അത് ക്രിയേറ്റ് ചെയ്ത് തരും. ആൻഡ് ദെൻ ഹീൽ ജസ്റ്റ് ലെറ്റ്സ് യു ബി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് വിടും. അതേപോലെ ആയിരുന്നു നിഥിലൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനും. ആൻഡ് ദർ വാസ് ദാറ്റ് വൺ ക്രൂഷ്യൽ മൊമെൻറ്റ് വെയർ ആ സ്ത്രീക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ച ആളല്ല എൻ്റെ ഭർത്താവ് എന്നുള്ളൊരു ഫ്ലിപ്പ് വരുന്ന ഒരു സംഭവമുണ്ട്. ആൻഡ് ദ സിങ്ക് ബിറ്റ്വീൻ നിഥിലൻ ആൻഡ് ഹിസ് DOP ആൻഡ് അസ് ആസ് ആക്ടേഴ്സ്, അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. ബിക്കോസ് സോ മെനി പീപ്പിൾ, എല്ലാം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പോലീസുണ്ട്, ഒരു കൂട്ടമുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്, കെയോസ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കൊറിയോഗ്രഫി. ആ ഒരു ഡാൻസ് ചെയ്യുന്ന പോലെയാണ്, ഒരു ഫ്ലിപ്പ് ഓഫ് ദ മൂമെൻറ്റിലാണ് ട്രൂത്ത് എന്ന് പറയുന്ന റിവീൽ ആവുന്നത്. അത് നമ്മളെല്ലാവരും ആസ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദാറ്റ് റിവലേഷൻ ഓഫ് ദ ട്രൂത്ത് നമ്മളെല്ലാവരും ഒരേപോലെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് നോട്ട് മൈ ജോബ് അലോൺ. ഐ തിങ്ക് ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക് ശരിക്കും വർക്കായി അതിൽ. ആ കവിളിന്നുള്ളതൊക്കെ കാണുമ്പോൾ ഞാൻ അച്ചോടാന്ന് കവിളിന്നുള്ളതൊരു സീനില്ലേ? ഇനി എൻ്റെ ഡൗട്ടാണ്, എന്തുകൊണ്ട് തെങ്കാശി പട്ടണം ഒഴിവാക്കിയതല്ല, എനിക്ക് സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട്, ഡേറ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇത് പടമായിരുന്നു.
2 പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരെണ്ണം മലയാളത്തിൽ തന്നെ മേലെ വാരത്തെ മല കുട്ടികൾ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. ഓക്കെ. തമിഴിലോ കന്നഡത്തിലോ ഏത് പടം ഞാൻ ഓർക്കുന്നില്ല. ബട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് വേറൊരിതും ചോദിക്കുന്നുണ്ടായിരുന്നു. തെങ്കാശിപട്ടണം വാസ് എ 60-day ഷൂട്ട്. കുറേ അധികം ദിവസങ്ങൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഏത് ക്യാരക്ടറായിരുന്നു തെങ്കാശിപട്ടണം? ഗീതുവിൻ്റെ. ഓ, അടിപൊളി. ബട്ട് ഷീ ഡിഡ് ഫിനോമലി വെൽ. 3 പ്രൈമൽ വിമൻ ക്യാരക്ടേഴ്സും നല്ല അടിപൊളിയാണ്. ചിന്നു, കാവ്യ ആൻഡ് ഗീതു 3 പേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്പൈഡർമാൻ ആയിട്ട് കണ്ടല്ലോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ചുമ്മാ സമയം പോണ്ടേ. ശരിക്കും നിൽക്കാൻ കറക്റ്റായിട്ട് പറ്റായിരുന്നു? അത് ഓക്കെ. പിന്നെന്താ ക്യാമറ ട്രിക്കാന്നാ വിചാരിച്ചത്? ഞാൻ ആദ്യം ഇത് ചിരിച്ചു വെച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മുടി എങ്ങനെ അങ്ങനെ വെക്കും? അതാണ് ഞാനും ആലോചിച്ചത്, ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. ഓഹോ, വീഴ്ത്തി വെച്ച് അപമാനിക്കുക. എത്ര സമയം കൊണ്ടെടുത്തു? ആദ്യത്തെ ഒരു ടേക്കിൽ ഉരുണ്ടടിച്ച് താഴെ വീണു. പിന്നെ 2ാമത്തെ ടേക്കില് എവിടെ കൈ വെക്കണം എവിടെ കാല് വെക്കണം എന്ന് മനസ്സിലാവാണ്ട് പോയി. പിന്നെ 3ാമത്തെ ടേക്ക് ആയപ്പോഴത്തേക്കും ശരിയായി. പ്രകാശ് വർമ്മയെ മുമ്പേ പരിചയമുണ്ടോ? ഇല്ല, ഈ സെറ്റിലാണ് ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെയുണ്ട് പ്രകാശ് വർമ്മ? ഞങ്ങള് ഇതിനു മുമ്പ് ജോർജ് സാർ, അതെ, പുള്ളി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗൈ. സിനിമ ഒരു എന്താ പറയുക, ടിപ്പിക്കൽ സിനിമ ഗൈ എന്ന് പറയാൻ പറ്റില്ല. വെരി ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന, എന്തിനേയും ഒരു മാർക്കറ്റിംഗ് ബ്രെയിനോടുകൂടി തിങ്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ വ്യക്തി. ഫാമിലീനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് അതിന് വില കൊടുക്കുന്ന, പുള്ളിയുടെ മക്കളാവട്ടെ പുള്ളിയുടെ ഭാര്യ ആവട്ടെ എല്ലാവരും ഒരേ ഫീൽഡ്, ഭാര്യയും അദ്ദേഹം ഒരേ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. വെരി ഗ്രൗണ്ടഡ്, ഇത്രയും ഹൈറ്റ്സ് ഓഫ് സക്സസ് കണ്ടിട്ട് പോലും വെരി ഗ്രൗണ്ടഡ്, തമാശയുള്ള ഒരു വ്യക്തി, കുറേ അധികം ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തി. ആൻഡ് ഹീസ് എ വെരി ജെന്യുവൻലി സ്വീറ്റ് പേഴ്സൺ.